ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടിൽസ് ഓഫ് വിവയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നാണെങ്കിൽ ചെയ്യാൻ പോകുന്നത് ഒരു നെയിം ഈറ്റിംഗ് ചലഞ്ചാണ്. വാട്ട് ഈറ്റിംഗ് ഡേ എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് വന്നായിരുന്നു നെയിം ഈറ്റിംഗ് ചലഞ്ച് ചെയ്യുമെന്ന്. ഷിഫാന എന്ന് പറയുന്ന ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു കമൻറ്റ് ഇട്ടത്. അപ്പോൾ ആ കുട്ടിയുടെ പേര് ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ അടിയിൽ കുറേ കമൻറ്റ് വന്നായിരുന്നു, ഈ പേര് ചെയ്യോ. അങ്ങനെ ഏകദേശം ഒരു 7 പേരോളം ആൾക്കാർ കമൻറ്റ് ചെയ്തായിരുന്നു. ഞാൻ ഒരാഴ്ച എന്നാൽ പിന്നെ ഓരോ ഷോർട്സ് ആക്കാതെ ഒറ്റ വീഡിയോ ആയിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്യായിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് എല്ലാം വരും, എല്ലാ പേരുകളും വരും. ആദ്യത്തെ നമ്മുടെ പേരെന്ന് പറയാം മെഹൽ എന്ന് പറയുന്ന പേരാണ്. മെഹലിന് നമ്മൾ ആദ്യം കൊണ്ടുവന്നിരിക്കുന്ന എം മിക്ചർ, ഇ എഗ്ഗ്, എച്ച് ഹണി. ഇത് ഹണിയുടെ ബോട്ടിലാണ്, വേറെ ഇതിനകത്ത് ഇട്ട് വെച്ചേക്കുന്നുള്ളൂ. എച്ച്, പിന്നെ എ അവല്, എൽ ലൈം ജ്യൂസ്. കരോളിൻ ഇതിനകത്ത് ഏതാ കഴിക്കുന്നത്? കരോളിൻ പറ. കഴിയും കരോ എല്ലാം കൂടെ എനിക്ക് കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ഒരാളെ കൊണ്ടുവന്ന് റെഡി കഴിക്കാം. നല്ല ഇനി എച്ച് കഴിക്കാമോ? ഹണി വേണ്ട, ഹണി ഞാൻ കഴിക്കാമേ. അവല് കഴിക്കണോ? അങ്ങനെയാണെങ്കിൽ അവലും വേണ്ട. ഇപ്പൊ എല്ലാം എന്നാ ഹണി കഴിക്കാം, ഹണി കഴിക്കാമേ. ഓക്കെ, നല്ല നല്ല മധുരം. ഇനി എല്ല്, കരോണിന് ലൈം ജ്യൂസാണ് ഇഷ്ടം. അങ്ങനെ മിക്സറുമായി, എഗ്ഗുമായി, ഹണിയായി, അവലുമായി, എല്ല് ലൈം ജ്യൂസുമായി. അങ്ങനെ മെഹൽ ഇവിടെ തീർന്നു. രണ്ടാമത്തെ പേരെന്തുവാ പറയൂ? അന്ന. അങ്ങനെ രണ്ടാമത്തെ പേര് അന്ന. അന്നയ്ക്ക് നമ്മള് എ ആൽഫലീബ കാണിക്കാം അവരുടെ അടുത്ത്. എ ആൽഫലീബ, എൻ നാരങ്ങ മിഠായി, പിന്നെ എന്നുണ്ട് രണ്ടാമത്തെ നാരങ്ങ മിഠായി, പിന്നെ ആൽഫലീബയുടെ വേറെയാണ് അന്ന. കഴിച്ചോ. ആദ്യം എ കഴിച്ചോ. നിനക്ക് റോസ് ആണോ പിങ്ക് ആണോ ഇഷ്ടം? ഞാൻ ഓറഞ്ച് എടുക്കാം. ഇതിൽ ആൽഫലീബ ഓറഞ്ചാണ്. നീ എ ആയി, എന്നായി, ഇവിടെ എന്ന എ അന്ന. അന്നയുടെ പേര് വന്നു. അപ്പൊ കഴിച്ചോ. ഒരേ സമയം നാരങ്ങ മിഠായി, ഒരേ സമയം ആൽഫലീബ. മൂന്നാമത്തെ പേരെന്തോ? ജോയൽ. അപ്പൊ ജോയലിന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ജെ ഫോർ ജാഗ്രി, ഒ ഫോർ ഓണിയൻ, ഇ ഫോർ എലാദി, എൽ ഫോർ ലെമൺ. ലെമൺ ആര് കഴിക്കും? ഞാൻ കഴിക്കത്തില്ല, നീ കഴിക്കും. ഓക്കെ, വേറെ വഴിയില്ല. ഓക്കെ, ജാഗ്രി കഴിക്കാമോ? ഓക്കെ, ഞാൻ ജാഗ്രി കഴിക്കാം. ഓണിയൻ കഴിക്കണം, അത് ഞാൻ കഴിക്കണം. അപ്പൊ ഏലാദി നാരങ്ങ. കരോളിനപ്പൊ ഇതിനകത്ത് ഒന്നും കഴിക്കത്തില്ല. ഏലാദി എങ്കിലും കഴിക്കേ. ഒണിയൻ കഴിക്കോ? അപ്പൊ ഏലാദി വേണ്ട. ആദ്യം ഒണിയൻ കഴിച്ചോ, എടുത്തു കഴിച്ചോ, സമയമില്ല. ജാഗ്രി, അത്രേ കഴിക്കുന്നുള്ളൂ. കരോളിലെല്ലാം ചെറുതായിട്ടേ കഴിക്കുന്നു. കാരണം നമുക്ക് ഈ ഏലാദി നല്ല എരിവുണ്ട്. ലെമൺ കഴിക്കോ അതോ ഞാൻ കഴിക്കണോ? ടേസ്റ്റ് ചെയ്യാം. കഴിക്കട്ടെ. ഏലാദി കഴിക്കുമ്പോ ഏലാദിയുടെ ഒരു എരിയുണ്ട്. അപ്പൊ ലെമണിന്റെ ഒരു പുളിപ്പും കൂടെ വരും. അങ്ങനല്ല, നമ്മള് കറക്റ്റ് ആയിട്ടല്ല കഴിക്കും, ഫേക്ക് കാണിക്കത്തില്ല. അപ്പം എല്ലാം ലെമണ്. ഓക്കെ, കഴിച്ചു. ഇതിനി പിന്നെ എങ്ങനെയാ ഇത് കഴിക്കുന്നത്? ഫുള്ള് കഴിക്കണോ? ഇത് നമുക്ക് പിടിയാ. കഴിച്ചു. ഈ സൈഡ് ഇത്ര ഞാൻ കഴിച്ചിട്ടുണ്ട്. ഓക്കെ, ജോയൽ കംപ്ലീറ്റ് ആയി. ഓക്കെ, നാലാമത്തെ പേര് സിമ്ര. സിമ്രയ്ക്ക് നമ്മള് എസ്, ഐ ഫോർ ഐസ് വാട്ടർ, M for മാതളാരങ്ങ,
പിന്നെ R ഫോർ റസ്ക്, F ഫോർ അച്ചപ്പം. കഴിച്ചോ കഴിച്ചോ കഴിച്ചോ. കരോളിയും കഴിക്കാന്ന് പറയാം. സൺഫ്ലവർ സീഡൊക്കെ. ഞാൻ ഐസ് വാട്ടർ കുടിക്കാം. കരോളി ഭയങ്കര ചീറ്റാട്ടോ. ജസ്റ്റ് ഒന്ന് ശരി ഒന്ന് കഴിക്കത്തേ ഉള്ളൂ. കണ്ടോ, അത് ഫുള്ള് പോലെ കഴിച്ചില്ല. അത് ഫുള്ള് ഇതിൽ കഴിക്കണം. ഞാൻ അതുകൊണ്ട് പ്രഷർക്ക് വേണ്ടി ഫുൾ ഇത് കാണിച്ചത്. കണ്ടോ, കരോളി ഞാൻ ചീറ്റ് ചെയ്ത് എല്ലാം ഇച്ചിരി ഇച്ചിരിയേ കഴിക്കത്തുള്ളൂ. ടേസ്റ്റ് ജസ്റ്റ് മാതളാരങ്ങ. 6 കഴിച്ചോ. റസ്ക് കഴുകി ഞാൻ കഴിക്കട്ടെ. റസ്ക് സോറി, അത് റസ്ക്, ഇത് അച്ചപ്പം. എടി കഴിക്കടി. നെയ് മീറ്റിംഗ് ചാലഞ്ച് പറഞ്ഞിട്ട് ഇങ്ങനെ നക്കുവാന്നോ ചെയ്യുന്നേ? ഒരു പോഷനെങ്കിലും കഴിക്കേ. ഫുള്ള് ചീറ്റിംഗ് ആന്നേ. പറ. അടുത്ത പേരെന്തോ? നിത്യ. നിത്യയുടെ പരിചയപ്പെടുത്തു. നാരങ്ങയുടെ ക്യാൻഡി ആണ് ഇത്. മറ്റേ നാരങ്ങ മുട്ടായി അല്ല, ഡിഫറെന്റ് അത്. ഇഞ്ചി കരോളിയും കഴിക്കാം. കരോളി ടാമറിന്റെ മുട്ടായിയാണ്. എച്ച് നമുക്ക് റിപ്പീറ്റ് ചെയ്യാം, വേറെ ഒന്നുമില്ല. എച്ചിന് നമ്മൾ ഹണി തന്നെ ഉപയോഗിക്കുന്നത്. യോക്ക് നീ കഴിക്കാതില്ലേ പറഞ്ഞേ? ഓക്കെ, യോക്ക് ഞാൻ കഴിക്കാം. അച്ചാറ് എന്ന് വേണ്ടേ? നാരങ്ങയുടെ ക്യാൻഡി. നാരങ്ങയുടെ ക്യാൻഡി. കരോളി. ഞാൻ നാരങ്ങ കഴിച്ചു, അപ്പൊ കരോളി ഇഞ്ചി കഴിക്കണം. ഞാൻ വേണം, അത് നാരങ്ങ എടുക്കണമായിരുന്നു. ഓക്കെ, ഞാൻ ഇഞ്ചി കഴിക്കാമേ. ഇച്ചിരി അല്ലാതെ നല്ലതായിട്ട് കഴിക്കും. കരോളി ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. ഇങ്ങനെ വന്നിട്ട് നമ്മളെല്ലാരെയും പറ്റിക്കുന്നത്. ഞാൻ കറക്റ്റ് ആയിട്ട് എല്ലാം കഴിക്കുന്നത്. കഴിയട്ടെ. കടിച്ചു പൊട്ടിച്ചു. അവിടെ ആ ആഗ്രഹം നോക്കണ്ട. ഞാൻ ഇഞ്ചി കഴിയുമ്പോ ഞാൻ എങ്ങനെ ആയിരിക്കും എന്നുള്ള എക്സ്പ്രഷൻ കാണാൻ വേണ്ടി ഇവിടെ ഇരിക്കുക. ഞാൻ മിഴുങ്ങും. മിക്സർ ഗ്രൈൻഡറിന്റെ കഴിക്കാം. ഇഞ്ചി പച്ചക്ക് കഴിച്ചിട്ടേ ഇല്ല. ഞാൻ കഴിച്ചിട്ടുണ്ട്. മറ്റേ സാമ്പാറിന് വല്ല സാമ്പാറിൽ എന്തെങ്കിലും അതെന്നെ സ്കിപ്പ് അടിക്കണം. വിചാരിക്കുന്ന പോലെ അല്ല കേട്ടോ. കഴിച്ചു കേട്ടോ. നല്ല എരിയുണ്ട് കേട്ടോ ഇഞ്ചി. ടീ എടുക്കത്തില്ല, എച്ച് എടുക്കാം. എച്ച് കഴിച്ചേ പറ്റത്തുള്ളൂ, കാരണം ഇഞ്ചിക്ക് നല്ല എരിവുണ്ട്. എച്ച് ഫോർ ഹണി. നല്ല എരി കഴിച്ചു. ഞാൻ ഇവിടെ വരെ ഇച്ചിരി കഴിച്ചു. കരോളി ഒന്നും കഴിച്ചിട്ടില്ല. കരോളി ഫുള്ള് ചീറ്റിങ്ങാ. പുളിയുണ്ടോ അതിന്? പുളിമുട്ടായിയാണ്, അപ്പം പിന്നെ പുളി കാണത്തില്ലേ? ഇല്ല കഴിച്ചില്ല. ഞാൻ ഇഞ്ചി ഫുള്ള് കഴിച്ചു. അപ്പൊ നീയും ഇത് കഴിക്കണം. പുളി കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് നക്കി വെക്കുന്നത്. അത് കുഴപ്പമില്ല, അത് അങ്ങനെ ചെയ്യും. മുട്ടായികളെല്ലാം അങ്ങനെ ചെയ്യുന്നു. ഫുള്ള് കഴിക്കണമെന്നുണ്ട്. കഴിക്കും. കടിച്ച് പൊട്ടിച്ചാ മതി. ഇല്ല, ഒരു കുഴപ്പമില്ല. കടിച്ച് പൊട്ടിച്ചാ മതി. കടിച്ച് പൊട്ടിച്ച് കഴിച്ചാൽ ഒരു വലിയ വൈറ്റും ഇല്ല. ഞാൻ ഈ വൈ കഴിക്കുമ്പോ വൈ യോക്ക് ഞാൻ മൊത്തം കഴിച്ചോളാം. ഇയാൾ ആദ്യം ടാമറിഞ്ച് കഴിക്കും മൊത്തം. ടാമറിഞ്ച് പുള്ളിക്കാരിക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. നല്ല പുളിയാ. ഒരു കുഴപ്പമില്ല. ഇത് നല്ല ക്ലിയർ മുട്ടായിയാ, ക്രിസ്റ്റൽ ക്ലിയർ. അത് കഴിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ചീറ്റ് ചെയ്യാണ്. കണ്ട കഴിച്ചില്ല. കരോളി അത് കഴിക്കേ. കടിച്ചു പൊട്ടി കരോളെ. എങ്ങനെയുണ്ട്? ഇഞ്ചി എന്നെ കൊണ്ട് കഴിപ്പിച്ചപ്പോഴേ അടിപൊളിയായിരുന്നോ? അതുകൊണ്ട് ഇത് കഴിച്ചാൽ മതി. ഇതിന് പിന്നെ കുഴപ്പമില്ല. ഇഞ്ചി എന്തൊരു എരിയായിരുന്നു. കഴിച്ചില്ല, കയ്യിൽ വെച്ചേക്കാണ്.
പറ്റി ഞാൻ കഴിച്ചു. പറ്റത്തില്ല കഴിക്കാൻ, പുളിയാണ് കഴിക്കാൻ പറ്റില്ല. പുള്ളിക്കാരി ഭയങ്കര ആവേശത്തിൽ കഴിച്ചേ. ഞാൻ പറഞ്ഞു ചേച്ചിട്ടോളാൻ ഞാൻ ഹണി എടുത്തത്. നീ പുളി കഴിച്ചിട്ട് ഹണി കഴിച്ചോ, നല്ല ആയിരിക്കും. പുളിച്ചു മതിരിക്കാനല്ലേ കടിച്ചു പൊട്ടിച്ചേ. കടിച്ചു പൊട്ടിച്ചോ? അങ്ങോട്ട് താക്കിന്റെ അടിയാണെങ്കിൽ സൈഡിനകത്തുണ്ട്. കഴിക്കാതിരിക്കുന്ന എന്തുവാ കണ്ടോ? വീണ്ടും ചീറ്റിക്ക്. കരോളി ഞാൻ കഴിച്ചിട്ടില്ല, ജസ്റ്റ് ടേസ്റ്റ് ചെയ്തു. കരോളി ഞാൻ ആ ടാമറിന്റെ കഴിക്കും. ടാമറിന്റെ കഴിക്കാൻ പറ്റത്തില്ല, കാരണം പുളിയല്ലേ. പുള്ളിക്കാരിക്ക് അത്ര കഴിക്കാൻ പറ്റത്തില്ല. ഇതും കഴിക്കണേ. ഇനി A for അച്ചാറ്. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതും പുളിയല്ലേ അച്ചാറിന്? പക്ഷെ അത് മാങ്ങ അലിയും, അതുകൊണ്ട് കഴിക്കാനൊന്നുമില്ല. ഇത് കടിച്ചു പൊട്ടിച്ചാ മതി. കടിച്ചു പൊട്ടിക്കുമ്പോ പുളി വരത്തില്ലേ, പല്ല് പുളിക്കട്ടെ. അങ്ങനെ നിത്യ കംപ്ലീറ്റ് ആയി. ILFA. ഐക്ക് പകരം I for ice scooter, L for lemonade, F for flaxseed, A for owl. അപ്പൊ ഇതാണ് ഐസ് വാട്ടർ കുടിക്കും. ഞാൻ ഐസ് വാട്ടർ കുടിക്കാം. L for lemonade. ഇനി F for flaxseed. A for owl. ഇനി അടുത്ത കമന്റ് നെക്സ്റ്റ് റൗണ്ടിലുള്ളത് കമന്റ് ഇട്ട പേരല്ലേ? കമന്റ് ഇട്ട പേരല്ലേ? ഇവിടെ ഒരാള് ശരി ശരി, ആ സമയത്ത് പറയാമേ. ഇത് ഇനി മാറ്റട്ടെ. നെക്സ്റ്റ് റൗണ്ട് കാണാം. ലാസ്റ്റ് റൗണ്ട് കമന്റ് ഇട്ട പേരല്ലേ? ആരുടെ പേരാ? കരോളിൻ പറഞ്ഞ് കരോളിന്റെ പേര് ചെയ്യണം. അങ്ങനെ ലാസ്റ്റ് നെയിം കരോളിൻ. എടുത്ത് കഴിച്ചോ. അപ്പൊ C for chia seed, A for alpha-liban, അപ്പൊ R for rusk crumbs. നേരത്തെ റസ്ക് പൊടിച്ചത്. നേരത്തെ റസ്ക്, അത് ഇപ്പം ക്രംസ്. ഓക്കെ. O for ഓണിയൻ. O for onion, പിന്നെ L for ലേസ്. I for ice water. N for നാരങ്ങാച്ചാറ്. E for egg white. അത് ഞാൻ E for egg white. അത് കരോളിൻ കണ്ടുപിടിച്ച. ഇത് ഇത്രയും കരോളിൻ കണ്ടുപിടിച്ചതാണ്. കരോളിന്റെ ലെറ്റർ. ഓക്കെ. ചിയ സീഡ് ഞാനാ കണ്ടുപിടിച്ചത്. ചേച്ചി ഇത് കഴിക്കത്തില്ല. കരോളിന്റെ ലെറ്റേഴ്സ് കരോളിനാ കഴിക്കണ്ടേ. ഞാൻ പിന്നെ ഹെൽപ്പ് ചെയ്യും. ഐസ് വാട്ടർ ഞാൻ കുടിച്ചോളാം. ഇനി അടുത്ത് CI. ആൽഫലിബ. മിൽക്കിന്റെ ഫ്ലേവർ കഴിച്ചിട്ടുള്ളതാണ്. എനിക്ക് ഞാൻ കണ്ടുപിടിച്ചു. അത് കരോളിൻ കണ്ടുപിടിച്ചു. 6 കരോളിൻ. അത് കഴിഞ്ഞാൽ O for onion. ലേസ്. കരോളിന് ഇഷ്ടപ്പെട്ടതാ. ഫ്ലേവർ ഏതാ? ഇത് ഫ്ലേവർ ഇന്ത്യൻ മാജിക് മസാലയാണ്. ഇതുപോലെ എന്റെ ഫേവറേറ്റ് ഫ്ലേവർ ആണോ? എന്റേത് ഗ്രീൻ ആണ്. നോക്കട്ടെ, ഞാനും ടേസ്റ്റ് നോക്കട്ടെ. ലേസ് വരുമ്പോഴത്തേക്ക് കണ്ടാ അവള് നമുക്ക് തരുന്നില്ല. കൊള്ളാമില്ല, എനിക്ക് ടേസ്റ്റ് ഇഷ്ടമല്ല. മസാല ഫ്ലേവർ ഞാൻ കുടിക്കാമേ. ഐസ് വാട്ടർ. റിപ്പീറ്റ് ഉണ്ട്. ചില ഐറ്റങ്ങൾ നമ്മൾ റിപ്പീറ്റ് കുറെ ഐറ്റം ചെയ്തില്ലേ. അപ്പൊ നമ്മൾ ഐ ഫോർ എടുത്തിരിക്കുന്നത് ഐസ് വാട്ടർ ആണ്. ഇനി N ഫോർ എടുത്തിരിക്കുന്നത് നാരങ്ങ അച്ചാറാണ്.
ഞാൻ വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാം. കണ്ടോ നാരങ്ങ കേട്ടോ. ടേസ്റ്റ് ഉണ്ട്. കരവളി കണ്ടുപിടിച്ചതാ എഗ് വൈറ്റ്. ഇത് ഞാൻ നമ്മൾ ഒരു എഗ് എടുത്തിട്ട് കുറെ അതിന്റെ അകത്തുള്ള യോക്ക് അതെല്ലാം ആണ്. എഗ് തന്നെ എടുത്തിട്ട് എഗ് എടുത്ത് യോക്ക് എടുത്ത് എഗ് വൈറ്റും എടുത്ത്. ഫസ്റ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് എഗ് ആണ്, പിന്നെ അതിന്റെ എഗ് യോക്ക്, അതിന്റെ എഗ് വൈറ്റ്. അങ്ങനെ നെയിം മീറ്റിംഗ് ചാലഞ്ച് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നമ്മൾ 7 names ആണ് എടുത്തിരിക്കുന്നത്. 7 names നമ്മൾ കംപ്ലീറ്റ് ആക്കി. നെയിം മീറ്റിംഗ് ചാലഞ്ച് ചെയ്തില്ല. അടുത്ത വേറെ ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഏതാന്ന് വെച്ചാൽ കമന്റ് ഇട്ടോ. പിന്നെ വേറെ വിശേഷമൊന്നുമില്ല. എന്നാ പിന്നെ ശരി, ഓക്കെ ബൈ, ടാറ്റാ. ഓക്കെ ബൈ. ശക്തിമാൻ